ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാനിന്ന് എൻ്റെ പുതിയ കൊള്ളാമോ എങ്ങനെയുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാനിന്ന് എൻ്റെ സ്വന്തം കോളേജ് സെൻറ്റ് തെരേസാസ് കോളേജിൽ അലുമിനി മീറ്റാണ്. അപ്പോൾ ഞങ്ങളുടെ കോളേജ് 100 years തികയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അലുമിനി മീറ്റ് അത്യാവശ്യം എല്ലാ ബാച്ചിലുള്ള ആൾക്കാരും വരുന്നുണ്ട്. അപ്പോൾ കുറേ പേരുണ്ടാകും. അപ്പോൾ കോളേജിൽ പോകാനുള്ള ഒരു സന്തോഷത്തിലാണ്. എൻ്റെ ബാച്ച്മേറ്റ്സ് ആരെങ്കിലും ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ എനിക്ക് അറിവ് കിട്ടിയ പ്രകാരം ആരും അപ്ഡേറ്റ് തന്നിട്ടില്ല. ഉണ്ടാവാൻ സാധ്യത കുറവാണ്. 1-2 പേരൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. പക്ഷേ ബാക്കി എൻ്റെ ബാച്ച്മേറ്റ്സ് വേറെ ഉണ്ടാവും, ക്ലാസ്സിലുള്ളവരുണ്ടാവില്ല. പക്ഷേ ബാക്കി ജൂനിയേഴ്സും സീനിയേഴ്സും സ്വന്തം ബാച്ചിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കോളേജിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നിങ്ങളും വായോ. ഓക്കെ, കമോൺ. അപ്പോൾ ഇതാണ് എൻ്റെ കോളേജ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗ്രാൻഡ് എൻട്രിയാണ്. ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ഇപ്പോൾ 100 years തികയ്ക്കുന്നത് കൊണ്ട് തന്നെ പുതിയ ഗേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ടൊരു അലുമിനി മീറ്റ് വെച്ച ഒരു ചരിത്രം എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രയും ഗ്രാൻഡായിട്ട് തന്നെയാണ്. ഒരുപാട് ഫോട്ടോ ബൂത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ അലുമിനി മീറ്റിൻ്റെ സമയത്തൊക്കെ സ്റ്റോൾസൊക്കെ ഇത്രയും ഒരുപാട് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ അലുമിനി സെക്രട്ടറിമാരെല്ലാം ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. So welcome dear man, over to you. We have Ms. Smita Arajkulam on the call. Hi. Hi para. ഏറ്റവും അധികം ഇന്ന് ഇന്ത്യക്ക് ഒന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യ കാരണം ഈ കോളേജ് തന്നെയാണ്. സിസ്റ്റർ വിനീത എൻ്റെ മുമ്പിൽ തന്നെയുണ്ട്. ഞങ്ങളുടെ മ്യൂസിക് ഗ്രൂപ്പിൻ്റെ ഹെഡായിരുന്നു സിസ്റ്ററിൻ്റെ കീഴിലൊരു വലിയ ടീം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളെ ഗ്രൂം ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഓർക്കുന്നു. സ്കൂൾ കോളേജ് കലോത്സവം ഒരുപാട് പ്രോഗ്രാംസൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 100 പേരടങ്ങുന്ന ഒരു കൊയർ ടീമാണിത്. അടിപൊളിയായിട്ടാണ് ഇവർ പാട്ടൊക്കെ പാടിയത്. യെസ്, അയ്യോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറഞ്ഞ കാരണം എഡിറ്റ് ചെയ്തേരും. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുത്തോളാം. ഡോണ ഡെന്നി. നിന്നെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഡോണ ഡെന്നി. ഇതാണ് ആ ഡോണ. ഇതാണ് ഗൈസ് ആ ഡോണ. ഞാനാണോ ഡോണ? ഞാനാണ്. യെസ് ഗൈസ്. അപ്പോൾ കോളേജിലെ പരിപാടികൾ കഴിഞ്ഞിട്ടില്ല. പക്ഷെ കഴിയാതെ ഞാൻ ഇറങ്ങാനായിട്ട് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ അധികം വീഡിയോസ് എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം കണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നുപോയി. അതുകൊണ്ട് എനിക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര നല്ല പരിപാടിയായിരുന്നു. ഒരുപാട് പേര്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പേര് വന്ന് കൂടുന്നത്. അതും ഏറ്റവും 90 വയസ്സോ 96 വയസ്സോ അങ്ങനെ എന്തോ പ്രായമുള്ളവർ വരെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ പരിപാടി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞ് ഇപ്പോൾ ചെൽസിനെ കാണിക്കും. യെസ്, ചെൽസി ഉണ്ട്. അപ്പോൾ നേരത്തെ ഡോണ ഉണ്ടായിരുന്നു. ഡോണനെ എനിക്ക് അറിയായിരിക്കും. ഡോണയാണ് എൻ്റെ ബിഗ് ബോസിലുള്ള കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നത്. ഡോണയാണ്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞു. ഇനി ഞങ്ങൾ അപ്പോൾ ചെൽസി ഇപ്പോൾ കാറിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണ്ടാവും എന്താണ് എങ്ങോട്ടാണ്. അത് കണ്ടാൽ ഞാൻ തമ്മിൽ കൊടുക്കുമല്ലോ. ബൈ ഗൈസ്, ഞങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് പോവാണ്. കിട്ടുന്നുണ്ട്. യൂണിവേഴ്സിറ്റിക്ക് പോവാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ആരൊക്കെയാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ MPA ആയിട്ട് പഠിച്ച ഫ്രണ്ട്സ്, ഞാൻ, ചെൽസിയ, അക്ഷയ, പ്രീതി ചേച്ചി, അതുപോലെ തന്നെ അബി, നീനു, പ്രീത, കുറച്ച് അധികം പേര്, ചിട്ടി, ഇത്രയും പേരുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുറേ നാളായി പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും കൂടി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്വന്തം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലേക്ക് പോവാണ്. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ കാലിക്കറ്റൊക്കെ പോകും. ഹോസ്റ്റലിൽ കയറ്റുമെന്ന് അറിയില്ല. ഹോസ്റ്റലിൽ കയറ്റും. പിന്നെ ഞാൻ അവിടുത്തെ മാട്രനൊക്കെ വിളിച്ച് സംസാരിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പണ്ടത്തെ പോലെ ഒരു റൂമിൽ അത് ഭയങ്കര അത് അടിപൊളിയാണ്. അതുപോലെ എൻ്റെ സൗണ്ട് ചെറുതായിട്ട് പോയിട്ടുണ്ട് ഗൈസ്. ഞാൻ അവിടെ കയറുന്നു ജയ് വിളിക്കാൻ നിന്നുകൊണ്ടിട്ട് സൗണ്ട് കുറച്ച് പോയി. പക്ഷെ നമ്മൾ തളരില്ല. നമ്മൾ തളരുന്ന ടൈപ്പല്ലല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മൾ എന്താണ് അങ്ങോട്ട് പോകാൻ പോവാണ്. ഇപ്പോൾ ചെൽസിനെ പിക്ക് ചെയ്തു. ഇനി പ്രീതി ചേച്ചിനെ പിക്ക് ചെയ്യും, അക്ഷയനെ പിക്ക് ചെയ്യും. അങ്ങനെ ഓൺ ദ വേ നമ്മൾ ഓരോരുത്തരെ പിക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ സ്വന്തം പ്രീതി ചേച്ചീനെ പിക്ക് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ പ്രീതി ചേച്ചീനെ കാണിക്കുന്നതിന് മുന്നേ പ്രീതി ചേച്ചീനെ കുറിച്ചൊരു ഇൻട്രോ തരാം. പ്രീതി കെ എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളുടെ സീനിയർ ആയിരുന്നു. MPAഡില് നമ്മുടെ സീനിയർ തന്നെയായിരുന്നില്ലേ? അതെ, PPAഡിലും MPAഡിലും ചേച്ചി ഞങ്ങളുടെ സീനിയറാണ്. പക്ഷേ ചേച്ചിക്ക് ആ ഒരു സീനിയോറിറ്റി എന്നുള്ളൊരു സാധനം അങ്ങനെ ഒന്നും കാണിക്കാൻ ഞങ്ങൾ ഭയങ്കര കാര്യമാണ്. ഫസ്റ്റ് ഇയറിൽ വന്ന സമയത്ത് തന്നെ കണ്ണെടുത്താൽ കണ്ടൂരായിരുന്നു ചേച്ചിക്ക്. പിന്നീടാണ് ഞങ്ങളൊന്ന് വൈബ് സെറ്റായി വന്നത്. പിന്നെ ഞാനും പ്രീതി ചേച്ചിയും കൂടി ഒരുമിച്ച് സെന്റ് ആൽബർട്ട്സ് കോളേജിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിറ്റ്നസ് മാനേജ്മെന്റ് ഫിറ്റ്നസ് മാനേജ്മെന്റ് ആൻഡ് സ്പോർട്സ് ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു. സോ
സോറി പേഴ്സണൽ ട്രെയിനിങ്, സോറി വിട്ടിട്ട് കുറച്ചായതുകൊണ്ട് കയ്യിൽ നിന്ന് പോയതാണ് ഗൈസ്. അങ്ങനെ അപ്പൊ ഞങ്ങളുടെ ട്രിപ്പിന്റെ കൂട്ടത്തിൽ ആരും കൂടി ഉണ്ട്, പ്രീതി ചേച്ചി ഉണ്ട്. പ്രീതി ചേച്ചി ഇപ്പോഴും അവിടെ തന്നെ ആട്ടോ വർക്ക് ചെയ്യുന്നത്, HOD ആണ്, ഡിപ്പാർട്ട്മെന്റ് ഫിറ്റ്നസ് മാനേജ്മെന്റ് ആൻഡ് പേഴ്സണൽ ട്രെയിനിങ്ങിന്റെ എവിടെ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ. ഇതേ മസൂദിനെ പോലൊരു പയ്യൻ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ പ്രീതി ചേച്ചി, കാണിക്കൂ. സുന്ദരിയായിട്ടില്ലേ? അപ്പൊ ഞങ്ങള് എന്താ പറയാ, എവിടെ ട്രിപ്പ് പോയാലും ഞങ്ങള് ഒരു മൂത്തൊരു കാരണവർ പേരിന്. പക്ഷെ ഞങ്ങൾ പറയട്ടെ, പ്രീതി ചേച്ചി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഓണമുള്ളൂ. അല്ല പ്രീതി ചേച്ചി ഒക്കെ കഴിഞ്ഞിട്ട് എന്താ ബന്ധം. അങ്ങനെ ഞങ്ങൾ പ്രീതി ചേച്ചിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ പിക്ക് ചെയ്യാൻ പോകുന്നത് ഏറ്റവും നല്ല സംഭവപരമായിട്ടുള്ള ആ വ്യക്തി അവിടെ കളമശ്ശേരിയിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട് അല്ലേ? 10 മിനിറ്റ് ആയില്ലേ? 10 മിനിറ്റ് അത് മതി. 10 മിനിറ്റ് ആയിട്ടുണ്ടാവും ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇതേ എടപ്പള്ളി കഴിഞ്ഞു, ഞങ്ങൾ ഇതേ പാലത്തിൽ കയറിയതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ എടപ്പള്ളി കഴിഞ്ഞിട്ടില്ല, എടപ്പള്ളി കഴിയാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അക്ഷയനെ കൂടി പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ അക്ഷയെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. നീ എന്തിനാ എന്റെ മാസ്ക് ഡോറടന്നില്ല അക്ഷയ? ആരോഗ്യമൊന്നുമില്ല, പൊളിക്കാൻ പറഞ്ഞില്ല ഡോറ്. ഇനി മാസ്ക് മതിയെ. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മളുടെ അക്ഷയ മൊത്തത്തിൽ ഭ്രാന്ത് പിടിച്ച് പണ്ടാരടങ്ങിയിരിക്കാണ്. അക്ഷയ വിശക്കുന്നുണ്ടോ? വിശന്നാൽ നിങ്ങളല്ലാതെ ആകുന്നു അക്ഷയ. പിടി വണ്ടി എടുക്കട്ടെ ഞാൻ. അപ്പൊ അക്ഷയനെ എല്ലാരും ഞങ്ങൾ പിക്ക് ചെയ്ത് ഞങ്ങൾ 4 പേര്, ഈ 4 പേരാണ് നമ്മൾ പോകുന്നത്. ബാക്കിയുള്ളവർ അവിടെ നിന്നാണ് ജോയിൻ ചെയ്യണത്. അപ്പൊ അക്ഷയ്ക്ക് നല്ല വിശക്കുന്നത് കൊണ്ട് അക്ഷയുടെ വിശപ്പ് ഞങ്ങൾക്കും കൂടി കയറിയിട്ടുണ്ട്. വിശപ്പ് അക്ഷയ ഞാൻ പറയട്ടെ. അപ്പൊ ഞങ്ങൾ അൽത്താസയിൽ ഷവർമയാണ് മേടിക്കാൻ പോകുന്നത്. ഓക്കെ, അക്ഷയ്ക്കായിരുന്നു വിശപ്പെങ്കിൽ അക്ഷയ്ക്ക് ഷവർമ വേണ്ട. ഞങ്ങൾ 3 പേര് ഷവർമ കഴിക്കും, അക്ഷയ ഫ്രൈസ് കഴിക്കും. പിന്നെ ഞാൻ ആക്ച്വലി നിങ്ങളോട് എന്തോ പറയാൻ വേണ്ടി വന്നു. പക്ഷെ ഞാൻ ഐഫോണിലായിരിക്കും പുതിയ ബ്ലോഗ്. ഐഫോണാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ വേറൊരു ബ്ലോഗറും കൂടി ഉണ്ട്, ചിപ്പി ചന്ദ്രൻ. അപ്പൊ ചിപ്പി ചന്ദ്രൻ അല്ല, ചിപ്പി പക്ഷെ മിനി വ്ലോഗാ ചെയ്യാറ്, റീൽസും ഷോർട്സ് ഒക്കെയാണ് ചെയ്യാറ്. സി ക്രിയേഷൻസിന്റെ വ്ലോഗ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ടീം ഇപ്പൊ കോഴിക്കോടിലേക്ക് പോകുന്ന ടീം ഞങ്ങൾ 4 പേരാണ്. ഞങ്ങൾ ഷവർമയൊക്കെ കഴിച്ച് മടിച്ച് പൊളിച്ച് ഞങ്ങൾ നേരെ പോകും. എന്നിട്ട് നമ്മൾ അന്ന് പോയ നമ്മുടെ ഷെഫിലെ നമ്മുടെ കോഫി ക്രീമിലെ ഷെഫിനെ കാണാൻ വേണ്ടി പോകണം. എന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ യൂണിവേഴ്സിറ്റിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ്. വഴിയിൽ വല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എലമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ, നിന്റെ പേരടിച്ചാൽ കിട്ടും. അക്ഷയനെ ഉപദേശിക്കാണ് ഗൈസ്, എങ്ങനെ നമുക്ക് നമ്മുടെ യൂട്യൂബ് വ്ലോഗ്സ് ഷോർട്സ് ഒക്കെ കട്ട് ചെയ്താ പ്ലേ അല്ലേ? ഇപ്പോഴാണ് പ്ലേ ആയത്. കളിക്കാണോ? എന്റെ സാഹചര്യം വളരെ മോശമായതുകൊണ്ട് അങ്ങനെയല്ല കേട്ടോ. ഇന്ന് ഈ ഒരു ട്രിപ്പ്, അതായത് ഞങ്ങളുടെ ഈ കോഴിക്കോട് ട്രിപ്പിന്റെ ക്യാമറമാൻ ആണ്. അപ്പൊ മണ്ടത്തരങ്ങളുടെ ഘോഷയാത്ര ആയിരിക്കും അങ്ങോട്ട്. പിന്നെ എന്തൊരു കഷ്ടമാണ് നോക്കിയൊക്കെ, അവർ കട്ടാക്കിയല്ല ഗൈസ്. അപ്പൊ ചെൽസി ആയതുകൊണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ഓണാക്കിയിട്ടുണ്ടോ ഓണാക്കിയോ ഒന്നും. അപ്പൊ ഞാനിപ്പോ വീഡിയോ എടുക്കാൻ കാണാന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ആക്ച്വലി 3 മണിക്ക് ഇറങ്ങാനായിരുന്നു പ്ലാൻ. മണി 6 മണിക്ക് ഞങ്ങൾ ഇവിടെ അങ്കമാലി ബ്ലോക്കിൽ കിടക്കാം. അതെ, ഞങ്ങളുടെ ബ്ലോക്കാണ് ഗൈസ്. അതെ, അപ്പൊ നമ്മുടെ അക്ഷയ വന്ന് കയറിയപ്പോ ഭയങ്കര കളിപ്പായിരുന്നു. അക്ഷയക്ക് വിശന്നിട്ട് അക്ഷയനെ മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചില്ല. അതുപോലെ തന്നെ പ്രീതി ചേച്ചി ഭയങ്കര ധൃതി പിടിച്ചാണ് വന്നതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സീനായിരുന്നു. എല്ലാവരും നെഗറ്റീവ് മൂഡായിരുന്നു. പക്ഷെ ഇപ്പൊ അൽത്താസയിലെ ഷവർമ കഴിച്ചതോടുകൂടി അക്ഷയ അക്ഷയ ഷവർമ കഴിച്ചില്ല, ഫ്രൈസ് ആണ് കഴിച്ചത്. പക്ഷെ ഭക്ഷണം കഴിച്ചപ്പോ എല്ലാരും വയറ് നിറഞ്ഞോ? സന്തോഷമായോ? ഹാപ്പി ആയോ? അതുപോലെ തന്നെ അക്ഷയ എന്തായിരുന്നു അവിടെ കാണിക്കുക? അക്ഷയ എന്തായിരുന്നു കൊറിയർ എന്താണ് അയച്ചത്? അതൊരു സോഫ്റ്റ് ബോൾ ഗ്ലൗ ആണ്. ബൈ ദ ബൈ അക്ഷയ ചെൽസിയ ഇവർ 2 പേരും സോഫ്റ്റ് ബോൾ ബേസ്ബോൾ ഒക്കെ കളിക്കുന്ന ആൾക്കാരാണ്. വലിയ പ്ലേയേഴ്സ്, നാഷണൽ പ്ലേയേഴ്സ് ഒക്കെയാണ് ഗൈസ്. അപ്പൊ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവരുടെ വിശേഷം ഇവരെ പരിചയപ്പെടുത്തി ജസ്റ്റ് പേര് പറഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ പ്രീതി ചേച്ചിക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് നോക്കാം. കാരണം നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് കുറെ ടൈം എടുക്കും ഞങ്ങൾ അവിടെ എത്താൻ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പിന്നെ പറഞ്ഞിരിക്കണമല്ലോ. പ്രീതി ചേച്ചി പറയൂ, എന്താണ് താങ്കളുടെ വിശേഷം? പറയാനില്ല. അതെന്താ? എനിക്കിപ്പം ഉണ്ടായിരിക്കണം. അപ്പൊ ഗൈസ്, പ്രീതി ചേച്ചിന്റെ അടുത്ത് നിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. കാരണം അത്രയും സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണത്. ഇനി സംസാരിക്കാനായി ഞാൻ ഞങ്ങളുടെ സ്വന്തം അക്ഷയെ ക്ഷണിക്കുകയാണ്. അക്ഷയ ചീറ്റോസോ? അത് ചീറ്റോസ് പോലുള്ള ഒരു സാധനം.
ഓക്കെ, എന്നാ പിന്നെ ഞാൻ ചെൽസിയോട് പറയാണ്. ചെൽസി 2 മാർക്ക്. ചെൽസിയെ കാണിക്കേ. ഒന്നും പറയാനില്ല. അതെന്താ ഒന്നും പറയാനില്ല? എന്തെങ്കിലും ഒരു പോയിന്റ് പറയൂ. എന്താ പറയാനുള്ളത്? എനിക്ക് പല കാര്യങ്ങളും പറയാം. ഞങ്ങളിപ്പോ വളരെ വളരെ കഷ്ടപ്പെട്ട് ബ്ലോക്കിൽ കിടക്കാണ് ഗൈസ്. ഇത്ര ആലോചിച്ചിട്ട് ചെൽസിയെ കണ്ടുപിടിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഗൈസ്. ഞാൻ വിചാരിച്ച ചെൽസിയെ പറഞ്ഞു വന്നപ്പോഴേ എന്തോ ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വരാന്ന്. ഇതാണ് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അങ്ങനല്ല ഗൈസ്, എന്തോ പറയാൻ വന്നല്ലോ. എല്ലാരും പറ. അതായത് പണ്ട് ഞങ്ങള് 2 വീലറിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കാറിലായതുകൊണ്ട് ഇവിടെ തന്നെ കിടക്കുന്നു. 2 വീലറിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ തൃശ്ശൂരെങ്കിലും എത്തിക്കഴിഞ്ഞാല്. അത് ശരിയാട്ടാ. നമ്മളീ ബ്ലോക്കിന്റെ ഇടയിൽ 2 വീലറിന് ശരിക്കും 2 വീലർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെയൊക്കെ പോയിട്ട് എവിടെയെങ്കിലൊക്കെ എത്താൻ പറ്റും. കാർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബ്ലോക്കിൽ അവിടെ കിടക്കും. ബൈ ദ ബൈ, ചെൽസിയ എന്റെ റൈഡിംഗ് പാർട്ട്ണർ കൂടിയാണ്. ഞാനും ചെൽസി ആയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. ഞാൻ ബുള്ളറ്റ്, ചെൽസിയുടെ ബൈക്കിന് വരുന്ന FC ആണ് ചെൽസിയൊക്കെ ഉള്ളത്. ഞങ്ങളായിരുന്നു ഇവരെല്ലാരെയും കൊണ്ട് ബൈക്കിലും ബുള്ളറ്റിലൊക്കെ കറങ്ങി നടന്ന ആൾക്കാർ. ഞാൻ ആക്ച്വലി ഇതൊന്നല്ല പറയാൻ വന്നത്. ഞാൻ എന്ത് പറയാൻ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കാര്യങ്ങൾ പരിചയപ്പെടുത്തണ്ടേ ശരിക്കും. അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഐ മീൻ ഓരോരുത്തരെ നല്ലപോലെ പരിചയപ്പെടുത്തട്ടെ, അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്കത് വരുന്നില്ല. അപ്പോൾ എന്റെ കുഴപ്പമായിരിക്കാം. ചിലപ്പോൾ ബ്ലോക്കിൽ കയറുന്നതിന്റെ ഭ്രാന്തായിരിക്കാം ഗൈസ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം. എനിക്കൊന്നും കിട്ടണില്ല ഗൈസ്. ഫൈനലി വി ഹാവ് അറൈവ്ഡ് അവർ ഡെസ്റ്റിനേഷൻ. വി ഹാവ് അറൈവ്ഡ് അറ്റ് യൂണിവേഴ്സിറ്റി എത്തിയിരിക്കുന്നു ഗൈസ്. ഞങ്ങൾ ഒരുപാട് സാഹസികത, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞങ്ങൾ ഈ ലെവലില് ഈ ഒരു വേദിയിൽ എത്തിച്ചേരാ. എടാ നീ അത് സീറ്റ് ബെൽറ്റ് ഊര്, നീ എന്താ കളിക്കാണോ ചെൽസിയ? അങ്ങനെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി എത്തി. ചേട്ടൻ മരുന്ന് തുറന്ന് അങ്ങനെ ഞങ്ങളുടെ സ്വന്തം യൂണിവേഴ്സിറ്റി. ഗൈസ് നിങ്ങൾ ആലോചിക്കണം, രാവിലെ വൈകുന്നേരം എത്ര മണിക്ക് നമ്മൾ ഇറങ്ങിയത്? 4 മണിക്ക് ഇറങ്ങിയ ഞങ്ങൾ എത്തുന്ന സമയം എത്രയാ? 11 മണി. ഞാൻ നിങ്ങളോട് അന്ന് കോട്ടയ്ക്കിൽ നിങ്ങൾ ഗുരുവായൂർ വഴി പോകരുതെന്ന് പറഞ്ഞു. നിങ്ങൾ ആ വഴിയേ പോകാൻ പാടുള്ളൂ. ദയവ് ചെയ്ത് തൃശ്ശൂർ വഴി എടുക്കരുത് ഗൈസ്. നല്ല ബ്ലോക്കും നല്ല ഗട്ടറും. ഒരു രക്ഷയിലിന് ചെന്നിട്ടാണ് നടുക്കൊക്കെ ഒന്ന് നിവർത്തിയിരിക്കാൻ. ഗൈസ് ഫൈനലി ഞങ്ങൾ യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ ഹോസ്റ്റൽ മുറികളിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ മിനി ബ്ലോഗർ ചിപ്പി സി ക്രിയേഷൻസ് എന്നാണ് ചിപ്പിയുടെ പേര്. ഞങ്ങളുടെ നീനുട്ടി, ഞങ്ങളുടെ സുന്ദരി നീനുട്ടിയാണ് ഇത്. And this is one and only Abhinayasp. അപ്പം നമുക്ക് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യും. ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങൾ 3 മണിക്ക് ഇറങ്ങിയിട്ട് 3:30 ഇറങ്ങിയിട്ട് 11 മണിക്കാണ് എൻ്റെ അകത്ത് 11 മണിക്കാണ് ഇതിൻ്റെ അകത്ത് കയറിയത്. ഭയങ്കര എക്കോ പ്രശ്നമാണ്, കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പം നമുക്ക് രാവിലെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ് ഗൈസ്, ബൈ. എന്താ ഇവിടെ സ്റ്റാർട്ട് ആദ്യം മുതലാണോ? സ്റ്റാർട്ടിങ് ഗൈസ്. അപ്പൊ ഞങ്ങള് ഹോസ്റ്റലിൽ എത്തി, റൂമൊക്കെ കിട്ടി, മാക്കന്മാരോടൊക്കെ സംസാരിച്ച് എല്ലാം സെറ്റാക്കി. എന്നിട്ട് ഞങ്ങളൊന്ന് ഫ്രഷ് ആയി. അതിന് ശേഷം ഉറങ്ങാൻ കിടന്ന എന്നെ ഉറക്കില്ല, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാ, പുറത്തു പോവാന്ന് പറഞ്ഞിട്ട് തന്റെ വിരല് ക്യാമറയിൽ പറഞ്ഞില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഞങ്ങളിത് പുറത്തേക്ക് പോവാണ്. അപ്പൊ നോക്കിയാ ഞങ്ങൾ ഇത്ര വേണ്ടല്ല, ഞങ്ങൾ കാണിക്കണ്ട. പക്ഷെ എന്നാലും എല്ലാരും ഉണ്ട്. ഞങ്ങൾ ചെറുതായിട്ട് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. നോക്ക് സമയം പുലർച്ചെ 1:23. അതെ, 23 ഗൈസ്. എത്ര ഓടി നടന്നു. നമ്മുടെ പണ്ടത്തെ കോമ്പായിരുന്നു. ബീഫും പഴംപൊരി നമ്മൾ സ്ഥിരം കഴിക്കുമായിരുന്നു. ആ കടയൊന്നുമില്ല ഇപ്പൊ. റോഡ് പണി നടക്കുന്ന കാരണം നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന കടകളൊക്കെ അടച്ചു കൂട്ടി. ഉറപ്പിക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ കൊറേ സൈക്കിൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ കൊറേ സൈക്കിളുകൾ വന്നിട്ടുണ്ട്. ഇല്ല, അത് കുഴപ്പമില്ല. എന്റെ കാറിന്റെ പൊടി കണ്ടില്ലേ നിങ്ങൾ ഗ്ലാസ്സിൽ ഒക്കെ കാണിക്കുക. അക്ഷയ കണ്ട് പഠിക്കട്ടെ എല്ലാവരും. ആവൃത്തിയില്ലായ്മ പറയണോ? യൂണിവേഴ്സിറ്റിക്ക് കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പോൾ ഉള്ള അവസ്ഥയാണ് ഇത്. ചേളാരിക്കല്ലല്ലോ നമ്മള് ഇങ്ങോട്ട്. അപ്പൊ നമ്മളിനി ഗൈസ് നമ്മളിനി എവിടെങ്കിലും എത്തിയിട്ട് ഭക്ഷണം കഴിക്കാം. ഇപ്പൊ ഈ മിണ്ടാതിരിക്കുന്ന ഈ നീനു, നിങ്ങൾ നോക്കൂ, ഈ നീനു ഉണ്ടോ? ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും അടിപൊളിയായിട്ട് കോമഡി പറയുന്നത് നീനു. എല്ലാ നീനു ഗൈസ്. അപ്പൊ നീനു ഇല്ലെങ്കിൽ നമ്മളെ ട്രിപ്പ് ഇല്ല അല്ലേ? അല്ലേ ഗൈസ്? ഓക്കെ, അപ്പൊ ഞങ്ങള്
എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ബൈ. അപ്പോൾ സ്ഥിരം ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കല് കഴിച്ചവരെന്നെ കൊണ്ട് ബ്ലോഗൊക്കെ സമ്മതിക്കുന്നില്ല. അപ്പൊ ഇത് നമ്മളെ ഇതാണ് കുറെ നേരം ഞാൻ പറഞ്ഞോട്ടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. മനഃപൂർവ്വം ചെയ്യാണ്. ഇതാണ് നമ്മുടെ സ്ഥിരം ചായ കുടിക്കുന്ന സ്പോട്ട് 13 സ്ട്രീറ്റ്. ഞാൻ ഔട്ടിക്ക് കാണാം. 13 സ്ട്രീറ്റ് ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരം വരാറുള്ളത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ കട ഇത് ആദ്യം ചെറിയൊരു കടയായിരുന്നു, പക്ഷേ ഇവിടുത്തെ തിരക്കിലാണ് കൊണ്ട് അതിന് എക്സ്പാൻഡ് ചെയ്ത് വലുതാക്കി. കണ്ടോ, ഞങ്ങൾ 2 ഫ്ലൈറ്റ് പിന്നെന്താ 5 കോഫി കഴിക്കും. നമ്മൾ കഴിക്കില്ല. എൻ്റെ അടുത്ത് ചോദിക്കാതെ നീന് പിണക്കത്തിലാണോ? പിണക്കത്ത് എൻ്റെ അടുത്ത് ആരും ചോദിച്ചില്ല. അവരടുത്ത് നമ്മൾ എന്തൊക്കെയുള്ള ബ്രെഡ് ഓംലെറ്റ് ഉണ്ട് പറഞ്ഞില്ലേ? അപ്പൊ ഞങ്ങൾ 2 ബ്രെഡ് ഓംലെറ്റ്. ഹലോ ഗൈസ്, സാക്ഷര ലോൺ ഡേ 1:36 കണ്ടിട്ട്. ഹലോ ഗൈസ്, യു ആർ അണ്ടർ സിസിടിവി. കൈവന്റെ കുറ്റം പറയാനുള്ള ഞാൻ പറയാം. സ്കൂളിൽ ചെന്നാ ക്യാമറ, ഇവിടെ വന്നാ ശരിക്കും ഗൈസ് അഭി പറയുന്ന അങ്ങനെ പറയേണ്ടത്. നിങ്ങൾ പറയൂ, ഞാൻ ഭക്ഷണം കഴിക്കുന്നൊന്ന് കാണിക്കണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ട് അഭിനൊന്ന് കാണിക്കാം. ഒന്ന് ഭക്ഷണം വന്നു, നിങ്ങൾ ഭക്ഷണം ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം രാത്രി നല്ല ലേറ്റ് ആയിട്ട് കിടന്നിട്ട് ഞങ്ങളിപ്പോൾ ബസ് ഹോളിലേക്ക് പോവാണ്. ഇതാണ് ഞങ്ങളുടെ ബസ് ഹോൾ. ഞങ്ങളപ്പോൾ ദോശ സാമ്പാറുമാണ് കഴിക്കുന്നത്. ഞാൻ ദോശ പഞ്ചസാരയാണ്, അറിയാതെ പഞ്ചസാര കഴിക്കാനായിട്ട്. ബസ്സിന് പുതിയ ഒന്നും മാറ്റല്ല. ടി വി അഭി എൻ്റെ അവസ്ഥ കഴിക്കും. ഇത് പുതിയ പേരൊക്കെ ഇത് കാണുന്ന പഴയ യൂണിവേഴ്സിറ്റിയുടെ എല്ലാവർക്കും ഒരു വ്യത്യാസം. പിന്നെ സ്റ്റുഡൻറ്റ് മെസ്സാണ്. ഉണ്ടോ സ്റ്റുഡൻറ്റ് മെസ്സാണ്, പക്ഷെ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് ഇടുന്നില്ല. ഉച്ചയ്ക്ക് ചിക്കനൊക്കെ ഇടുന്ന പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഇതൊക്കെ തന്നെ മെസ്സിലെ വിശേഷം. ഇതാണ് ഞങ്ങളുടെ മെസ്. പഴയ ഓർമ്മകൾ പുതുക്കി. നിങ്ങൾ എന്തെങ്കിലും പറയാം, ഞാൻ മാത്രം എന്തെങ്കിലും ശരിയാവണം. പക്ഷേ എന്താണ് മെസ്സ് കാണുമ്പോൾ തിന്നണേന്റെ തിരക്കിലാണ്. മെസ്സ് കാണുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ ഓർമ്മകൾ? എനിക്ക് ബിരിയാണിയുടെ ബിരിയാണി ദിവസം നമ്മൾ നേരത്തെ ഇട്ടു. ഇങ്ങോട്ട് വന്നോ. ഈ ബിരിയാണിയുള്ള ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വായിലോട്ട് വെച്ചാൽ എനിക്ക് ഒരിക്കലാണ് ബിരിയാണി ഇട്ടത്. പാവം ചെലത്തേക്ക് മാത്രം ആരും എടുക്കണം. മാസത്തിലൊരിക്കലാണ്. ഇവിടെ നിന്ന് തുടങ്ങുന്ന ക്യൂ അപ്പോഴും വരെ, അതായത് മെസ്സിൻ്റെ നല്ല ക്യൂ ആയിരിക്കും. നല്ല ബിരിയാണിയാണ്, നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അതാണ് ഈ ബിരിയാണിക്ക് ഇത്ര ഓർമ്മ. ചൂടാണ് ടബി. അപ്പം കാശിന് ചെൽസിയ ഭക്ഷണം കഴിക്കുന്നത് നോക്ക് നേരെ നിൽക്കണ. ചെൽസിയുടെ കാര്യം. നീനു എന്താണ് നീനുക്ക് മെസ്സ് കാണുമ്പോൾ ഓർമ്മ വരുന്നത്? മെസ്സ് കാണുമ്പോൾ രാവിലെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് എന്താണെന്നറിയാതെ ഇങ്ങനെ ഓടിപ്പിടിച്ച് വരുന്നൊരു മെനു എല്ലാം അറിയാൻ പറ്റുമല്ലോ. പിന്നെ എന്താണെന്ന് അറിയാണ്ട് പോയി കളഞ്ഞ് ഭൂരി ബുധനാഴ്ച മൺഡേ ചപ്പാത്തി, മൺഡേ ഉപ്മാവല്ല, മൺഡേ. ഇവിടെ മെസ്സിന് പുറത്ത് നമ്മൾ ഇവിടെയായിരുന്നു തുണികളൊക്കെ അടിച്ചുകൊണ്ടിരുന്ന സ്ഥലം. ഈ ഷീറ്റ് ഇപ്പോൾ വന്നത് കേട്ടോ, നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ അഴയൊക്കെ ഇങ്ങനെ വിരിച്ചോണ്ടിരുന്നത്. ഇവരിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നൊസ്റ്റു ഞാൻ നോക്കി ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നിങ്ങളെന്തോ നൊസ്റ്റു അടിച്ചോണ്ടിരിക്കായിരുന്നല്ലോ. എന്താ പറഞ്ഞോണ്ടിരുന്നേ പറ. ചായ കുടി ഇവിടെ ഇരുന്നിട്ട് ബാക്കി പറ.
ക്യാമറ ഓൺ ആകുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഫ്ലോ അങ്ങ് പോകും. ഇവിടെ ഉണ്ടായിരുന്നില്ല, നമ്മുടെ തുണിയെല്ലാം ഇവിടെ കിടന്ന് നനയുമായിരുന്നു. മഴ പെയ്യുമ്പോൾ നമ്മളൊരു ഓട്ടമുണ്ട് അല്ലേ. ഇപ്പൊ ഈ ഷെഡൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു സൗകര്യമായി. ഞങ്ങളുടെ റൂം ബിപിയുടെ പഠിക്കുന്ന സമയത്ത് ദേ അവിടെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ മഴ പെയ്യുന്ന കാണുമ്പോൾ ഓടും, അവിടെ നിന്ന് ഓടി 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 വന്ന് ഇവിടെ വന്ന് തുണികളെടുക്കും. അപ്പൊക്ക് എന്തോ കാര്യമായിട്ടുണ്ടോ പറയാനുണ്ട്. ആക്ച്വലി ഇതൊരു ബാഡ്മിൻ്റൺ കോർട്ടും കൂടിയാണ്. പക്ഷേ ഇപ്പോൾ ആരും ഒട്ടും യൂസ് ചെയ്യാറില്ല. നമ്മളുള്ളപ്പോൾ ബാഡ്മിൻ്റൺ കോർട്ട് നമ്മൾ യൂസ് ചെയ്യായിരുന്നു. ഇപ്പോൾ ആരും യൂസ് ചെയ്യാറില്ല. എല്ലാവരും തുണി പിടിക്കാൻ മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കണേ. ഇവിടെ നിന്ന് എന്തോ അബിക്ക് പറയാണ്ട്. അപ്പം ഈ പുളിയും അത് ഇതൊക്കെ പറിക്കുന്ന എവിടെ നിന്നായിരുന്നു? ഈ ഓരോ മരത്തിൽ കയറിയിട്ട് ഓരോ സാധനം കൊണ്ടുവരുന്നില്ലേ എല്ലാ ദിവസവും രാവിലെ? പുറത്ത്. പക്ഷേ ഇവിടെ നിന്ന് എവിടെ നിൽക്കോ നീ എന്തൊക്കെയോ പറക്കി കൊണ്ടുവരുന്നില്ലേ ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട്? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. മോളെ യെസ് ഗൈസ്, സോ ഇതാണ് നമ്മളെ എന്നാ ആര് മുകളിലും ഷെഡിട്ടുണ്ടല്ലേ. ടെറസ് നമുക്ക് ആക്ച്വലി നമുക്ക് അവിടെ ആക്സസ് ഉണ്ടായിരുന്നില്ലല്ലോ. ഇതേ നമ്മുടെ എൻ്റെ പെണ്ണിനെ ഞാൻ നിൽക്കുന്നുണ്ട് കതിച്ച് കാണാൻ പറഞ്ഞില്ല. അവർ വീണ്ടും ഞാൻ പോകുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ വരും, അപ്പോൾ പിന്നെയും സൈലൻ്റ് ആവും. അപ്പോൾ പറ പോവാ നമുക്ക് റൂമിലേക്ക്. പോവാം, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഓക്കെ ശരി. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ഈ ഫൺ പാർട്ടി ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് ഡേ 1 മാത്രമായിരുന്നു. പിന്നെ ഡേ 2 ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും മറക്കണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡേ 2 വീഡിയോസ് കാണാം. ഒരുപാട് വിശേഷങ്ങൾ അതിലും പറയാനുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ പിന്നെ കാണാം. ബൈ.